ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ നല്ലൊരു ഓട്ടോ ഓടിക്കൊണ്ടാണ്. ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. നമ്മുടെ ഇന്നത്തെ വർക്ക് ഭാരതീയ ജനതാ പാർട്ടി യോഗ ഡേയോടനുബന്ധിച്ച് കുറച്ച് യോഗയെ പറ്റിയുള്ള അറിവുകൾ പകർന്നു കൊടുക്കുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസും ആണ് നമുക്ക് ഇന്ന് പകർത്തേണ്ടത്. അപ്പം അതിനായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. രാവിലെ വന്നപ്പോൾ തന്നെ ഞാൻ ലെൻസും ക്യാമറ എല്ലാം ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലേക്ക് ഏർപ്പെട്ടു. കാരണം ഞാൻ സാധാരണ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ക്ലീൻ ചെയ്താണ് വെക്കാറ്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ക്ലീൻ ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ പോയി ഒരു ചായയും കുടിച്ച് പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ചായ കുടിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടെ യോഗയുടെ പരിപാടികളൊക്കെ തുടങ്ങി. ആൾക്കാരെല്ലാം വന്നു. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ യോഗ ക്ലാസ് തുടങ്ങി. യോഗ ക്ലാസിന്റെ ഫോട്ടോയും വീഡിയോയും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ഏകദേശം 10 മണിയോടുകൂടി യോഗ ക്ലാസ് അവസാനിച്ചു. അവിടുന്ന് ഞാൻ നേരെ പോയത് തൊടിയൂരേക്കാണ്. നമുക്ക് ഈ വർക്ക് മാത്രമല്ല, ഇന്ന് ടോട്ടലി 3 വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ സെക്കൻഡ് വർക്ക് കവർ ചെയ്യാനെ കൊണ്ടാണ് ഞാൻ തൊടിയൂർ എത്തിയത്. ഞാൻ എത്തിയപ്പോഴത്തേക്കും പയ്യൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. അവൻ ഒരു കട്ട ബ്രസീൽ ഫാനാണ്. ഞാൻ അവന്റെ ക്ലബ്ബിൽ കൊണ്ടുപോയി കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു കൊടുത്തു. ഈ മാസം അവസാനം അവന്റെ ബർത്ത്ഡേ ആണ്. അതിനുവേണ്ടി കുറച്ച് ഫോട്ടോസ് വേറെ എടുത്തു കൊടുത്തു. ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം ഞാൻ അവിടുന്ന് അടുത്ത വർക്കിന് പോകാനെ കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ആ ക്ലയന്റ് വിളിച്ച് പറഞ്ഞു, ആ വർക്ക് ഇന്ന് എടുക്കണ്ട, നാളത്തേക്ക് എടുത്താൽ മതി. നമുക്ക് ഹരിപ്പാട് പോകേണ്ട വർക്കായിരുന്നു. പക്ഷെ അത് ഇന്ന് എടുക്കണ്ട, നാളത്തേക്ക് എടുത്താൽ മതി എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ വിചാരിച്ചെന്നാൽ പോകുന്ന വഴിക്കാണ് നമ്മുടെ അരുവിക്കുഴി വാട്ടർഫോൾസ്. ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. വന്നതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മുടെ അതുൽ അശോക് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ കിടപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പം ഇതിലും വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ ഈ വട്ടം വെള്ളം കുറവാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ അരുവിക്കുഴി വെള്ളച്ചാട്ടം കാണാൻ വന്നതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. മഴയൊക്കെ തോന്നിക്കുന്ന സമയം, മഴയൊക്കെ മാറിയ ടൈമല്ലേ, അതുകൊണ്ടാണ് വെള്ളം കുറവ്. അതുകൊണ്ടാണ് വെള്ളം ഇച്ചിരി കുറവ്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. എന്തായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത്. ഒരുപാട് ആൾക്കാർ വന്ന് കുളിക്കുന്നുണ്ട്. അടിപൊളിയാണ്. പക്ഷെ അവിടെ നിന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി, നല്ല തണുപ്പും. അടിപൊളിയാണ്. പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അടിപൊളിയാണ്. അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് കരുതി. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറി ഒരു നാരങ്ങ വെള്ളം കുടിച്ചു. ഈ ചൂടത്തൊരു നാരങ്ങ വെള്ളം മസ്റ്റാണ്. നാരങ്ങ വെള്ളം കുടിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് മടങ്ങി.